ബീഫ് ഫെസ്റ്റിനെ അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട തൃശൂർ കേരളവർമ്മ കോളേജ് അധ്യാപികയ്ക്കെതിരെ അന്വേഷണം. അധ്യാപിക ദീപ നിശാന്തിനെതിരെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അന്വേഷണം. ബീഫ് ഫെസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരായ നടപടിയിൽ വിശദീകരണവുമായി കോളേജ് പ്രിൻസിപ്പളും രംഗത്ത് വന്നു. കോളേജിനുള്ളിൽ മാംസാഹാരം ഉപയോഗിക്കുന്ന പതിവില്ലെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. അതേസമയം വർഗീയ വിരുദ്ധ സംഗമത്തിന് കാലടി സംസ്കൃത സർവകലാശാല വിലക്കേർപ്പെടുത്തി. ഗവേഷക വിദ്യാർത്ഥികൾ നടത്താനിരുന്ന സംഗമത്തിനാണ് വിലക്കേർപ്പെടുത്തിയത്. ABVPയുടെ പ്രതിഷേധം ഭയന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് സർവകലാശാലയുടെ വിശദീകരണം. എന്നാൽ കേരളത്തിൽ ബീഫ് നിരോധിക്കാൻ കേരള സർക്കാരിന് ധൈര്യമുണ്ടോ എന്ന് കേന്ദ്രം. കേരളം ഉൾപ്പെടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് കത്തയക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സഞ്ജീവ് ബലിയാൻ വ്യക്തമാക്കി. ഈ വിഷയങ്ങളാണെന്ന് ന്യൂസ് ആൻഡ് ന്യൂസ് പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ചർച്ചയിൽ രാഹുൽ ഈശ്വർ, ഒപ്പം പത്മകുമാർ BJP സംസ്ഥാന സെക്രട്ടറി, ബക്രുദ്ദീൻ അലി സാമൂഹ്യ നിരീക്ഷകൻ, വിശ്വഭദ്രാനന്ദ ശക്തിബോധി സ്വാമി നമ്മോടൊപ്പം ചേരുന്നു. KNM, ഒപ്പം ബിജു വിൻസെന്റ് സ്റ്റുഡന്റ്, കാലടി സർവകലാശാല ഗവേഷക വിദ്യാർത്ഥിയും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം റഹീമിലേക്ക്. ഒരുപക്ഷെ ഇന്നത്തെ വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ ആധാരമായി ഇതിൻ്റെ ഒറിജിൻ എന്തായാലും അങ്ങ് ദില്ലിയിൽ നിന്നാണ്. അവിടെ ഉണ്ടാക്കിയ ഒരു പ്രഖ്യാപിത അജണ്ടയുടെ അനുരണനങ്ങൾ എന്തായാലും അവിടെ ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിച്ചു, കേരളത്തിലേക്ക് അടക്കം എത്തുന്നു. കഴിഞ്ഞ ഒരുപക്ഷെ ഒരു മാസക്കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് പല വിധത്തിലുള്ള ധ്വംസനങ്ങൾ, ഫാസിസ്റ്റ് ധ്വംസനങ്ങൾ അടക്കം, സാമൂഹ്യമായും അല്ലെങ്കിൽ എഴുത്തുകാർക്ക് നേരെയുള്ള ആക്രമണം, അതെല്ലാം കടന്ന് ഇപ്പോൾ ഒരുപക്ഷെ വലിയൊരു ഭീകരത, വെജിറ്റേറിയൻ ഭീകരത എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ ആദ്യം എന്തായാലും ഇതിൻ്റെ അനുരണനങ്ങൾ കേരളത്തിലെത്തിയ സാഹചര്യത്തിൽ കാലടിയിലെ സംഭവവും അത് മാറ്റി നിർത്തുക. എന്തായാലും അതിനേക്കാൾ വലിയൊരു ഭീകരമായൊരു അന്തരീക്ഷം, ഒരു ചർച്ചയാണ് നടന്നത്. കേരളവർമ്മ കോളേജിലെ സംഭവങ്ങളെ ഏത് രീതിയിലാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? കേരളവർമ്മ കോളേജിൽ ഇത് മാത്രമല്ല, ഇത് രാജ്യത്തെമ്പാടും എന്ത് കഴിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള വല്ലാത്തൊരു ഫാസിസ്റ്റ് ഭീകരത നിലനിൽക്കുന്നുണ്ട്. ഇവിടെ വരുന്ന പ്രശ്നം വിശ്വാസത്തിൻ്റെ മറപിടിച്ച് ഒരു കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും RSSും കാര്യമായി പരിശ്രമിക്കുന്നതിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിഷയങ്ങൾ വന്നിരിക്കുന്നത്. കേരളത്തിൽ ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ വിലക്കുകൾ വരുന്നത് ഇപ്പോൾ കേരളവർമ്മ കോളേജിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നിരാശാജനകമായ സംഭവങ്ങളാണ്. ടീച്ചർക്കെതിരായിട്ട് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികൃതർ. യഥാർത്ഥത്തിൽ ഇവിടെ RSSും BJPയും വളരെ ശക്തമായി അവരുടെ മുമ്പിലുള്ളത് അവരുടെ രാഷ്ട്രീയ അധികാരം മാത്രമാണ്. അല്ലാതെ അതിന് ഇപ്പോൾ ഗോമാംസം പണ്ടൊരിക്കൽ വലിയൊരു കുഴപ്പം പിടിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളല്ല, പക്ഷേ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷേ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ്. ഇത് ചില കാര്യങ്ങൾ പൊതുബോധത്തിലേക്ക് ചില കാര്യങ്ങൾ വളരെ പോയിസൺ കടത്തിവിടുകയാണ്. ഇവിടെ മാംസാഹാരം കഴിക്കുന്നവരൊക്കെ മുസ്ലിങ്ങളാണ്, പശുക്കളെ തിന്നുന്നതൊക്കെ മുസ്ലിങ്ങളാണ്. പശു ഒരു വശത്ത് വളരെ സേക്രഡ് അനിമലായി പറയുകയും വാഴ്ത്തുകയും അതേസമയത്ത് തന്നെ ആ പശുക്കളെ കൊല്ലുന്നത്, മാംസാഹാരം കഴിക്കുന്നത് ഒക്കെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് ഹിന്ദു മുസ്ലിം റൈവൽറി ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. അവിടെ തുടങ്ങിയത് അതായത് പ്രഖ്യാപിതമായ ദില്ലിയിൽ നിന്നും പുതിയ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ പരോക്ഷമായെങ്കിലും പിന്തുണയ്ക്കുന്ന ആ നിലപാടിന്റെ അനുരണനങ്ങൾ തീർച്ചയായും അത് ഇവിടെ കേരളം പോലെ വളരെ പുരോഗമനപരമായ ഒരു സംസ്ഥാനത്ത് എത്തപ്പെട്ടു. അതാണ് വിചിത്രം. ഈ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെടുത്തി ഇവിടെ RSSും സംഘപരിവാര പ്രസ്ഥാനങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്ന വാദം അടിസ്ഥാനപരമായിട്ട് ഭാരതീയതയുമായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, അത് മുസ്ലിം വിരുദ്ധം ആണ് എന്നുള്ളതാണ്. എനിക്കിവിടെ ബഹുമാന്യനായ BJP നേതാവ് പത്മകുമാറിനോട് ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യമാണ്. എവിടെയൊക്കെ ഗോവധം നിരോധിച്ചാലും ഗോവയിൽ ഗോവധം നിരോധിക്കില്ല എന്ന് പറഞ്ഞത് അവരുടെ പ്രധാനപ്പെട്ട നേതാവും ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിയും BJP പ്രവർത്തകനും ഒക്കെയായിട്ടുള്ള ഗോവ മുഖ്യമന്ത്രി തന്നെയാണ്. എന്നിട്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചോദിക്കുന്നത് കേരളത്തിൽ അത് നിരോധിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ്. അപ്പോൾ ആദ്യം ഇത് ചോദിക്കേണ്ടത് ഗോവയിൽ എന്തുകൊണ്ടാണ് ഗോവധ നിരോധനം BJP ഉയർത്താത്തത് എന്നതാണ് പ്രശ്നം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഋഗ്വേദമാണല്ലോ.
രാഹുൽ ഈശ്വർ ഒരു ബ്രാഹ്മണനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഋഗ്വേദം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഗതികേട് കൊണ്ടോ അല്ലെങ്കിൽ വിവരക്കേട് കൊണ്ടോ ഋഗ്വേദം അത്യാവശ്യം വായിച്ചു നോക്കാൻ ഞാൻ നിർബന്ധിതനായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ 10ാം മണ്ഡലത്തിൽ ഇന്ദ്രൻ എങ്ങനെയാണ് പശുക്കളെ കൊന്ന് തനിക്ക് ബ്രാഹ്മണർ യാജ്ഞികർ ഹവിസ് നൽകുന്നത് എന്ന് വിവരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്. പശുക്കളെ കൊല്ലുന്ന കാര്യം ഇന്ദ്രനാണ് പറയുന്നത്. അത് കൂടം കൊണ്ട് അടിച്ചു കൊല്ലാം, ഈർച്ചവാൾ കൊണ്ട് മുറിച്ചു കൊല്ലാം എന്നൊക്കെ വളരെ കൃത്യമായിട്ടതിൽ പറയുന്നുണ്ട്. പിന്നെ BJPയും RSSൻ്റെയും ഒരു ആദർശ പുരുഷൻ ശ്രീരാമനാണ്. രാമായണം അദ്ദേഹത്തിൻ്റെ ജീവിത ഗാനവുമാണ്. ഈ രാമായണത്തിൽ ശ്രീരാമൻ ഉണ്ടാവാനായിട്ട് പുത്രകാമേഷ്ടിയാഗം നടത്തുന്ന ദശരഥ മഹാരാജാവ് 300ഓളം പശുക്കളെ അറുത്ത് ഹോമിച്ചു എന്ന് എഴുതിയിട്ടുള്ളത് വാൽമീകി മഹർഷിയാണ്. നമ്മളാരുമല്ല.